5 lakhs 5 ലക്ഷം രൂപയുടെ ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ മാസവും നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. അത്രയും ലാഭം അതിൽ വരുന്നത്. ഒരാൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുള്ള തുക എടുത്ത് EMI ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു പ്ലാന്റ് ആവും. വരുന്ന ഒരു 25 വർഷത്തേക്ക് അവർക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യും. ഏഷ്യയിലെ ആദ്യത്തെ സോളാർ കാത്ത് ലാബ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. F0 എന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് നിംസ് എന്ന് പറയുന്ന വലിയൊരു ഹോസ്പിറ്റലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്ന വലിയ ഒരു സോളാർ പ്ലാന്റ് അല്ലേ, സോളാറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഒരു സോളാറിൻ്റെ ഒരു വീഡിയോ, അതായത് ഒരു സോളാറിൻ്റെ ഒരു എക്സിബിഷൻ നടന്നത് നമ്മുടെ കൊച്ചിയിൽ. അവിടുന്ന് ഞാൻ പരിചയപ്പെട്ട റോയ് ക്രിസ്റ്റി സാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, സംസാരിച്ചു. ഇവിടെ വലിയൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു സോളാർ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ചെയ്യുമ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്കറിയാം. നേരെ വീഡിയോയിലേക്ക്. റെനർജി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള റോയ് ക്രിസ്റ്റി സാർ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാർ, ഈ ഒരു കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി? നമ്മൾ ബിസിനസ് മേഖലയിലോട്ട് കടന്നു വരുന്നത് 1999 ഏകദേശം ഇപ്പോൾ 23 വർഷമായി ബിസിനസ് മേഖലയായിട്ട്. 2011 നമ്മൾ റിന്യൂവബിൾ എനർജി സെക്ടറിലോട്ട് ജോയിൻ ചെയ്യുന്നത്. 2013 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. അതായത് 2011 ആദ്യമേ നമ്മൾ വലിയ കമ്പനികൾക്ക് ഇൻസ്റ്റലേഷനും സർവീസും പ്രൊവൈഡ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ റിന്യൂവബിൾ എനർജിയുടെ ഒരു പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ട് 2013 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു, റെനർജി എന്നുള്ള ബ്രാൻഡിൽ. ഇതുവരെ എത്ര പ്രോജക്റ്റുകൾ റെനർജി ചെയ്തിട്ടുണ്ട്? റെനർജി നമ്മൾ 1500 മുകളിൽ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിന് വെളിയിൽ നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പുറത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മൾ തമിഴ്നാട്, കർണാടകയിലൊക്കെ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നത്, അല്ല വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഡൊമസ്റ്റിക് അല്ല, കൊമേഴ്ഷ്യൽ ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ മേഖലകളിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ? അതെ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്, ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലുള്ള പ്രോജക്റ്റാണ് ഇത്. നിംസ് മെഡിസിറ്റിയാണ്. ഇവിടെ 440 കിലോവാട്ട് പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. സബ്സിഡി വരുന്നുണ്ടല്ലോ നമുക്ക് ഈ സോളാറിൽ. ഈ സബ്സിഡി വരുന്നത് കൊമേഴ്ഷ്യലിലും ഡൊമസ്റ്റിക്കിലും രണ്ടിലും വരുന്നുണ്ടോ? ഇല്ലില്ല, നമുക്ക് ഡൊമസ്റ്റിക്കിൽ മാത്രമാണ് സബ്സിഡി വരുന്നത്. നമുക്ക് MNREയുടെ ഒരു ബെഞ്ച് മാർക്ക് പ്രൈസ് ഉണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. അത് KSEB ത്രൂ സൗര പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതിൽ വഴിയാണ് കസ്റ്റമറിന് സബ്സിഡി കിട്ടുന്നത്, 40% സബ്സിഡി. അതെ, കസ്റ്റമർ സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ട് തന്നാൽ മതി. കസ്റ്റമർ ഒന്നും അറിയേണ്ട, എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റലേഷനും സർവീസും അതിൽ പേപ്പർ വർക്കും എല്ലാം കമ്പനി തന്നെ നോക്കിക്കോളും. ഇതിന് ഈ സബ്സിഡി നിർത്താൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട് ഇതിന്റെ പുറകിൽ? ഇല്ല, സബ്സിഡി നിർത്തുന്നില്ല. പക്ഷേ നമ്മളിപ്പോഴും സബ്സിഡി എമൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ബെഞ്ച് മാർക്ക് പ്രൈസ് ഒരു എമൗണ്ട് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ സബ്സിഡി എമൗണ്ട് കുറയും. ചിലപ്പോൾ ഇനി പുതിയ പ്രോഗ്രാം വരുമ്പോൾ ബെനിഫിഷ്യറിക്ക് സബ്സിഡി കിട്ടുന്ന രീതിയിലായിരിക്കും പുതിയ പ്രോഗ്രാമിൽ മിക്കവാറും വരുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. സബ്സിഡി ഒരിക്കലും നിർത്താനൊന്നും പോകില്ല. കാരണം സബ്സിഡി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നല്ലൊരു പ്രോഗ്രാമാണ്. 2030 മുമ്പ് 500 ജിഗാവാട്ട് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സബ്സിഡി പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ വെക്കാൻ സാധ്യതയുള്ളൂ. ഇവിടെ ഇപ്പോൾ നിംസ് ഹോസ്പിറ്റലിൽ നിങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു സോളാർ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും ഇതിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വലിയ ഹൈറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുന്നത്. അതെ, നല്ല ക്വാളിറ്റി സാധനമാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ സ്ട്രക്ചർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഹോട്ട് ഡിപ്പ് സ്ട്രക്ചറാണ്. ഏകദേശം 90 മൈക്രോൺ തിക്നെസ്സിലാണ് സ്ട്രക്ചറുകളെല്ലാം ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാറ്റ് പിടിക്കുക എന്നുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഇല്ലില്ല, കാറ്റ് പിടിക്കുക വിൻഡൊക്കെ വന്നാലും ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ പാനലുകൾ ഏകദേശം 500 മേലെ പാനലുകൾ ഓൾറെഡി ഇവിടെ ഉണ്ടാവും അല്ലേ? ഇത്ര പാനൽ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ ഈ പാനലുകൾ ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? പാനൽ നമ്മൾ ഇവിടെ ഉള്ളത് തന്നെ ഇന്ത്യൻ മാനുഫാക്ചറിങ് ആണ്. നമ്മൾ മോണോപ്പർക്ക് മോഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. ഹാഫ് കട്ട് സെല്ലാണ്. ALMM ലിസ്റ്റിലുള്ളതാണ് കമ്പനി. അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. ഒരു സൈഡൊക്കെ ഷെയ്ഡ് വീണാലും ബൈപ്പാസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഏതൊരു കമ്പനീൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് സർവീസാണ്. സർവീസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് റെനർജി? സർവീസ് ആക്ച്വലി നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും ക്വാളിറ്റി ഇൻസ്റ്റലേഷനുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സർവീസ് സീറോ മെയിൻ്റെനൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്കിലും സർവീസ് റേഷ്യോ വളരെ കുറവാണ്. ഒരു 100 സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം പോലും കംപ്ലയിൻറ്റ് വരാറില്ല. കംപ്ലയിൻറ്റ് വന്നാലും ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വിത്തിൻ 24 hours അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഓഫീസിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴിവിടെ ചെയ്തിരിക്കുന്നത് 440 കിലോവാട്ടാണ് പ്രോജക്റ്റ്. ഫ്യൂച്ചറിൽ നല്ല എക്സ്പാൻഷൻ വരുന്നുണ്ട്. 1.2 മെഗാവാട്ട് പ്രോജക്റ്റാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ പോണത്. വലിയൊരു രീതിയിലേക്ക് മാറ്റാൻ പോവാണ്. തീർച്ചയായിട്ടും. ഇത് കൂടാതെ തന്നെ ഇവിടെ EV ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. 142 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷൻ വെക്കുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ഒരു 50 കിലോവാട്ട് സോളാർ പ്ലാന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ മൊത്തത്തിലൊരു ഗ്രീൻ എനർജിയിലോട്ട് പോകാൻ പോവുകയാണ്. ഇനി എനിക്ക് അറിയേണ്ടത്, എൻ്റെ വീട്ടിൽ ഒരു 4500-5000 ബില്ല് വരുന്നതാണെന്ന് കരുതുക. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഇതേപോലെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര കിലോ വാട്ട് ഞാൻ ചൂസ് ചെയ്യണം? അതേപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്?
നമുക്കിപ്പോൾ ഒരു 4000-5000 രൂപയ്ക്ക് ഇടയ്ക്ക് ബില്ല് വരുന്ന ഒരു കസ്റ്റമറിന് നമുക്കൊരു 3 കിലോ വാട്ട് പവർ പ്ലാന്റ് ആയിരിക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു 3 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു 4000-5000 രൂപയ്ക്കുള്ള ബില്ല് സേവ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 1,33,117 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അത് സബ്സിഡി കഴിച്ചിട്ടുള്ള സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ട്, സബ്സിഡി ടോട്ടൽ എമൗണ്ട് 1,91,000 രൂപയാണ്. സബ്സിഡി കഴിഞ്ഞ് 1,33,117 രൂപയാണ്. ഈ 1,33,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട ഒരാളിന് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് വഴി വായ്പ കൊടുക്കുന്നുണ്ട്, EMI ഓപ്ഷൻ. അവർക്കൊരു 5 മുതൽ 10 വർഷം വരെ നമുക്ക് വായ്പ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓരോ ഓപ്ഷനും വരുന്നുണ്ട്. അതെ, വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ സാധാരണപ്പെട്ട ഒരാളിന് നമുക്ക് സോളാർ വയ്ക്കുന്ന രീതിയിൽ അവരെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ. അതായത് ഒരു EMI ഈസ് ഈക്വൽ ടു ഇലക്ട്രിസിറ്റി ബില്ല് എന്നുള്ള രീതിയിൽ നമുക്ക് വർക്കൗട്ട്. അതായത് ഒരാൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുള്ള തുകയെടുത്ത് EMI ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു പ്ലാന്റ് ആവും. വരുന്ന ഒരു 25 വർഷത്തേക്ക് അവർക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ EMI എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ വലിയ പൈസ കാണേണ്ടി വരുമോ? അത് അവരുടെ ഒരു സിബിൽ സ്കോറും കസ്റ്റമറുടെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. ഒരു ആവറേജ് നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ ചെയ്യുന്ന കേസുകളുണ്ട്. എങ്കിലും ഒരു 33,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെയുള്ള ഇതിന് കൊളാട്രൽ ഫ്രീ തന്നെ അവർ ലോൺ കൊടുക്കുന്നുണ്ട് ബാങ്കുകൾ. ഇതിപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റിന് എത്ര വർഷത്തെ വാറണ്ടി ഒക്കെ നിങ്ങൾ പ്രൊവൈഡ്? നമ്മൾ പാനലിനാണ് ഇതിന് മെയിനായിട്ട് വാറണ്ടി വരുന്നത്. 25 വർഷത്തെ പെർഫോമൻസ് വാറണ്ടിയാണ് സോളാർ പാനലിനുള്ളത്. ടോട്ടൽ സിസ്റ്റം 5 ഇയർ ആണ്. പിന്നെ 10 വർഷം വരെ നമുക്ക് AMC എടുത്ത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഓൾ കേരള നമ്മൾ എല്ലാ അസംബ്ലിയിലും നമ്മളൊരു ഡീലർഷിപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നോക്കുന്നുണ്ട്. അതായത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ തൊഴിലില്ലാത്തവർക്ക് ഒരു തൊഴിൽ കൊടുക്കുക എന്നുള്ള രീതിയിലും ടെക്നിക്കലായിട്ട് നിൽക്കുന്നവരും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് നിർത്തിക്കട്ടെ അവർക്കൊരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ വെച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അവർക്കൊരു എക്സിസ്റ്റിംഗ് കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇതിലും എംപാനലാണ്. KSEB, ANAT, അതുകൂടാതെ MNRയിലും ഒക്കെ എംപാനൽഡ് കമ്പനിയാണ്. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്കൊരു നല്ലൊരു തുടക്കം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഈ ഒരു മേഖല ആഗ്രഹിക്കുന്നവർക്കും വലിയൊരു സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൂടാതെ തന്നെ ഗൾഫ് റിട്ടേൺസ് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ ആരെയും തടഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഈ മേഖലയിലോട്ട് കടന്നു വരിക എന്നുള്ളതാണ് ഇതിൽ. ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും കാണും. എന്ന് വെച്ചാൽ ഒരുപാട് കമ്പനികളാണ് കേരളത്തിലെല്ലാം എല്ലായിടത്തും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ എൻ്റെ കമ്പനീനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്കിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു. ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തത്. ഏകദേശം 440 കിലോ വാട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 1.2 മെഗാവാട്ടിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും അത് കൂടാതെ തന്നെ നമ്മുടെ ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടും എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഇവിടുത്തെ MD ഉണ്ട്, നമ്മുടെ നിംസിൻ്റെ MD ഫൈസൽ ഖാൻ സാറിനോട് ചോദിച്ചാൽ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ വർക്കിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡീലിങ്സും ഒക്കെ സാറിന് മനസ്സിലായി. 2011 ആദ്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ സോളാറിൻ്റെ ഒരു വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് 2011-10 കാലഘട്ടത്തിലാണ്. അപ്പോൾ 10,000 വീടുകളിൽ ഒരു വെളിച്ചം എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ FM-ൽ കണ്ടിന്യൂസ് ആയിട്ട് അത് കേൾക്കാമായിരുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ്. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഈ നിംസ് ഇരിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ ഈ 10,000 വീട്ടിലെ വെളിച്ചമല്ലയോ ഈ നിംസ് എന്ന ആശുപത്രി എടുത്ത് കാർന്ന് തിന്നുന്നത്. ഇതിനേക്കാളും ബെറ്റർ ഈ പറഞ്ഞ നിംസിനെ അങ്ങ് സൗരോർജ്ജത്തിലോട്ട് മാറ്റിയ സോളാറിലോട്ടാക്കിയാൽ ഈ 10,000 വീട്ടിലെ വെളിച്ചത്തിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവർക്കുള്ള വെളിച്ചം അവർക്ക് കിട്ടുമല്ലോ എന്നൊരു തോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ 2011 സോളാർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റിലോട്ടാണ് മാറുന്നത്. അതുവരെ വീട്ടിലെ വെളിച്ചം, വീട്ടിലെ ട്യൂബ് ലൈറ്റ്, ഫാന് അതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പാരമ്പര്യ ഊർജ്ജ മേഖലയെ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നമുക്ക് സോളാർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചെയ്യാം, ഒരു കുഴപ്പമില്ല, എത്ര പാനൽ വെച്ചിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനൊന്ന് മാറി ചിന്തിച്ചു. ഹോസ്പിറ്റലിൽ ഒത്തിരി എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, ഈ പവർ കൺസ്യൂമിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യമുള്ള വൈദ്യുതിയുടെ ഇത് ആവശ്യമുള്ളത് കാത്ത് ലാബ് പോലെയുള്ള MRI സ്കാൻ പോലെയുള്ള എക്യുപ്മെൻറ്റ്സുകളിലാണ്, CT സ്കാനൊക്കെ. അപ്പം കാത്ത് ലാബിന് 125 കിലോ വാട്ട് പവർ വേണം ആ കാത്ത് ലാബ് ഒന്ന് ഓൺ ചെയ്യാൻ തന്നെ. അപ്പോൾ അതിന് നമുക്ക് സൗരോർജ്ജത്തിൽ സോളറൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു തോട്ടായി. അപ്പോൾ അത് അന്ന് അങ്ങനെ കുറേ ആൾക്കാർ സംസാരിച്ചു, പലയിടത്തും ചോദിച്ചു. അപ്പോൾ പലരും പറഞ്ഞു ഉഗ്രശേഷിയുള്ള ഒരു എക്യുപ്മെൻറ്റിനൊക്കെ പാരമ്പര്യ ഊർജ്ജത്തായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സോളാറിൽ ചെയ്യാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയാണ് വന്നത്. അപ്പോൾ പിന്നെ ഞാനത് ആ സ്വപ്നം വിട്ടില്ല. അന്ന് ISRO ചെയർമാനായിരുന്നു മാധവൻ നായർ സാറിനെ പോയി കാണുകയും മാധവൻ സാറിൻ്റെ ഈ കാര്യം സാറ്റലൈറ്റൊക്കെ ഒന്ന് സോളാർ യൂസ് ചെയ്യുന്നുണ്ട് അവർ. അപ്പം സാറിൻ്റെ അത് ചോദിച്ചു.
സാർ എപ്പോഴും പറഞ്ഞൊരു തമാശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന രോഗിയെ തന്നെ നമുക്കിത് പരീക്ഷിക്കണോ ഇങ്ങനെ ഒരു വലിയ എക്യുപ്മെൻറ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ എന്നാലും സാറത് വളരെയധികം സീരിയസ് ആയിട്ട് ആ പ്രോജക്റ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ ഞാനും സാറും കൂടെ വന്ന് തുടങ്ങിയ ഒരു പദ്ധതിയാണ് കാത്ത് ലാബിനെ സോളാർ ചെയ്യാൻ പറ്റുമോ. 2011 കഴിഞ്ഞ് 2012, 13, 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സോളാർ കാത്ത് ലാബ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഈ ലാബിനെ നമ്മൾ ഗ്രീൻ കാത്ത് ലാബ് എന്നുള്ള പേര് തന്നെ നാമകരണം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിംസിനകത്ത് തന്നെ ഇപ്പോൾ 8000 യൂണിറ്റാണ് നമുക്ക് ഒരു ദിവസം ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പരമാവധി ചെയ്യാൻ പറ്റും. നമ്മൾ അന്ന് 2 മെഗാവാട്ട് വരെ പവർ പ്ലാന്റ് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും 1 മെഗാവാട്ട് പവർ പ്ലാന്റിൽ നമുക്ക് 4500 യൂണിറ്റാണ് പരമാവധി ലഭിക്കുക. ബാക്കിയുള്ളത് നമുക്ക് മറ്റ് സോഴ്സുകൾ, വേസ്റ്റ് ടു എനർജി പവർ പ്ലാന്റ് എന്നോ അല്ലെങ്കിൽ വിൻഡ് മിൽ, മൈക്രോ വിൻഡ് മിൽസ് ആയിട്ടോ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള 8500 യൂണിറ്റ് എത്തിക്കണം. ഇപ്പം നിംസ് ആദ്യം ചെയ്തത് നമുക്ക് ഒരു 1.2 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പവർ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു ടീമിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരു കമ്പനിക്കാരനെ കാണുന്നു, നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നതല്ല. ഇങ്ങനത്തെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കമ്പനിക്കാരെന്ന് പറയുമ്പം നമ്മുടെ ഒരു പാർട്ട്ണറായിട്ട് മാറണം, നമ്മുടെ ഒരു വക്താവായിട്ട്, നമ്മുടെ ആളായിട്ട് മാറണം. നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പ്രോജക്റ്റുകളെല്ലാം സസ്റ്റെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല ഒരു കമ്പനിയെ തേടി ഞാൻ നടന്നു. പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴേക്കും ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് വന്നത് റെനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പം മിസ്റ്റർ റോയ് ക്രിസ്റ്റി എന്ന ഞങ്ങളുടെ സഹോദരനെ പോലെയുള്ള അദ്ദേഹമാണ് അതിൻ്റെ MD. അപ്പോൾ അദ്ദേഹമാണ് ഈ പ്രോജക്റ്റുമായിട്ട് ഞങ്ങളുടെ ഈ റിക്വയർമെൻറ്റിന് ഈ പറയുന്ന ഹരിത വ്യാവസായിക വിപ്ലവം എന്ന പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിനടുത്ത് ആദ്യത്തെ ഇതൊരു 500 കിലോവാട്ട് എന്നുള്ള 0.5 മെഗാവാട്ട് എന്നുള്ള പ്രോജക്റ്റ് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ലക്ഷ്യം. അപ്പോൾ അത് റെനർജിയും ഞങ്ങളും കൂടെ ചേർന്നുകൊണ്ടാണ് ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇതിപ്പോൾ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് മാറ്റങ്ങൾ? ഇപ്പം നമ്മൾ ഒരു പവർ ഇതിലൊക്കെ 500 കിലോവാട്ട്സ് 445 കിലോവാട്ട്സ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവറേജ് 2000 യൂണിറ്റ് ഒരു ദിവസം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം അന്ന് റോയ് പറഞ്ഞത് 1500, 1600 പറഞ്ഞതെങ്കിലും നമുക്ക് 1910, 2000 യൂണിറ്റ് തന്നെ ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കുമ്പോൾ 2000 യൂണിറ്റ് ഒരു ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ ഒരു ഇൻഡസ്ട്രി മേഖല ആയതുകൊണ്ട് ഒരു യൂണിറ്റ് 8 രൂപ വെച്ച് നോക്കിയാൽ തന്നെ ആവറേജ് നോക്കിയാൽ തന്നെ ഒരു ദിവസം 2000 × 8 എന്ന് പറയുമ്പോൾ 16,000 രൂപ, 4.5 to 5 lakhs 5 ലക്ഷം രൂപയുടെ ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ മാസവും നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. അത്രയും ലാഭം വരുന്നുണ്ട്. മുന്നോട്ട് നിംസ് എന്താ ഈ ഒരു എനർജി സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചർ എന്താ പ്ലാൻ ചെയ്യുന്നത്? അതാ പറഞ്ഞത്, നമ്മുടെ ഈ ഹരിത വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇത് 8500 യൂണിറ്റാണ്, 2200 യൂണിറ്റാണ് ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് 2000 യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ഒരു 1 മെഗാവാട്ട് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എനർജിയുമായി സഹകരിച്ചിരിക്കുകയാണ്. മിക്കവാറും മിസ്റ്റർ റോയ് ക്രിസ്റ്റി പറയുന്നതനുസരിച്ച് മാർച്ച് 31 മുന്നേ നമ്മൾ 1 മെഗാവാട്ട് എന്നുള്ള ലെവലോട്ട് 1.2 മെഗാവാട്ടാണ്. 1 മെഗാവാട്ട് ഞങ്ങളുടെ സ്ഥാപനവും അടുത്തൊരു 200 യൂണിറ്റ്സ് വേറെ സ്ഥാപനത്തിലുമായിട്ട് 1.2 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റാണ് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പം GIR ഞങ്ങളുടെ ഹരിത വ്യാവസായിക വിപ്ലവം യാഥാർത്ഥ്യമാകുമ്പോൾ 100% വൈദ്യുതി, 100% ജലം, 5 ലക്ഷം ലിറ്റർ വെള്ളം, അത് ഉപയോഗിച്ചിട്ട് പാഴ്ജലം റീസൈക്കിൾ ചെയ്ത് അത് ഈ പറയുന്ന നമുക്കിന്നെ സ്വന്തമായിട്ട് കൃഷിയിടമുണ്ട്, ആ കൃഷി വരെ എത്തുന്ന രീതിയിൽ അത് മാറും. ആശുപത്രിക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഓക്സിജൻ ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വേസ്റ്റ് സ്വന്തമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് അതിൽ നിന്നും വൈദ്യുതി ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന 142 കിലോവാട്ടിൻ്റെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 50 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഈ സ്ഥാപനത്തിന് ആവശ്യമായ വാഹനങ്ങൾ, അതുപോലെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. അങ്ങനെ മൊത്തമായി ഈ ക്യാമ്പസ് സുസ്ഥിര വികസനം, സുസ്ഥിര ഊർജം എന്ന ഒരു പദ്ധതിയിലോട്ട്, എന്ന ആപ്തവാക്യത്തിലോട്ട് ഞങ്ങൾ മുന്നേറുകയാണ്. ഇത്രയാണ് റെനർജിയുടെ വിശേഷങ്ങൾ. ഫൈസൽ ഖാൻ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു റെനർജി കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബുദ്ധിമുട്ടിക്കാതെ, ഒരു കസ്റ്റമർ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് ഇവർ ഓരോ പ്രോജക്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ എന്തായാലും സോളാറിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഇനി വരാൻ പോകുന്ന വലിയൊരു ലോകം തന്നെ സോളാർ എനർജിയാണ്. അതുകൊണ്ട് ഞാൻ റോയ് സാറെ വിളിച്ചത് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഒരു പ്രോജക്റ്റ് കാണുന്നുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു
തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടതുപോലെ വലിയ പ്രോജക്റ്റ് മാത്രമല്ല റെനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ നമ്മളെ വീടുകൾക്ക് ആവശ്യമുള്ള ചെറിയ പ്രോജക്റ്റ് മുതൽ വലുത് പോലും ഇന്ന് കമ്പനി ചെയ്തു തരുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റോയ് സാർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. EMI സിസ്റ്റം വലിയൊരു ബാധ്യത ഇല്ലാതെ നമുക്ക് ചെറിയ EMI സിസ്റ്റത്തിലും കൂടി ഈ ഒരു കമ്പനി നമുക്കുള്ള പ്രോജക്റ്റുകൾ ചെയ്തു തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണത് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കാൻ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.